ഹാപ്പി സൺഡേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള, അതായത് കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. അതുപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും ലോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അതിൽ വന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള വോട്ട്സ് ആണ് വന്നേക്കുന്നത്. അതായത് ഡെയിലി റീഡിങ്ങും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി റീഡിങ്ങും ഈക്വൽ ആയിട്ടുള്ള വോട്ട്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ സൺഡേ വന്നിട്ട് ഞാൻ കോമൺ ആയിട്ടുള്ള റീഡിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിംഗ്, വീക്ക്ലി റീഡിംഗ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളക്റ്റീവായിട്ടുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. ട്രസ്റ്റ് ദ നിജിൽ. വാട്ട് ഈസ് ദ നിഗ്ലിംഗ് ഫീലിംഗ് ട്രൈയിങ് ടു ടെൽ യു? ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ന്യൂസ് ലഭിക്കുന്നുണ്ടാകാം. ഇന്നത്തെ ദിവസം ന്യൂസ് പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും അറിയിപ്പായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ട്രസ്റ്റ് ചെയ്തിട്ട് അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, ബ്ലാക്ക് ഷീപ്പിൻ്റെ എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. അത് പറഞ്ഞ് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവറായിട്ട് പേഴ്സണലി എടുക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള എനർജിയിലോട്ട് പോകാതിരിക്കുക. കാരണം വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണ സമയത്ത് ഫസ്റ്റ് നമുക്ക് ഒത്തിരി ഒപ്പോസിഷൻസ് വരുന്നതാണ്, ഒത്തിരി എതിർപ്പുകൾ വരുന്നതാണ്. കാരണം ആ ഒരു ഓൾഡ് പാറ്റേൺ മാറാനായിട്ട്, മറ്റുള്ളവരുടെ ആ ഒരു ചിന്താ രീതികൾ മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. കുറച്ച് പേരോട് നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്റ്റൊമക്ക് ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടിട്ടായിരിക്കാം ഒത്തിരി സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബാക്കിൽ വന്നിട്ട് ഡീപ്പ് റീപ്ലെനിഷ്മെൻറ്റ്, റിട്രീറ്റ്, റെസ്റ്റ്, ബി ഹെൽത്ത്. ഈ ഒരു സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട്, റിട്രീറ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ പോയി കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലത് വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജി റീഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വേറെ എന്ത് മെസ്സേജസ് ആണുള്ളത്? താങ്ക് യു. ഇവിടെ 9 ഓഫ് വിസ്ഡത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ജസ്റ്റിസ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി കൺസേൺ ചെയ്ത എന്തെങ്കിലും മാറ്റർ, എന്തെങ്കിലും കാര്യങ്ങൾ, സൊസൈറ്റിയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അനീതിയായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെട്ടിരുന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ബ്ലോക്കായിട്ട് ഇരുന്നിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലോൺ പാസ്സാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ബാലൻസിലോട്ട് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം വന്നിട്ട് ഒത്തിരി ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട്, ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, ഓക്കെ, നല്ല നല്ല ഫുഡ് ട്രൈ ചെയ്യാനായിട്ട്, ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് എല്ലാം ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ഈ ഒരു സമയത്തോട്ട്. താങ്ക് യു. എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്ക് യു. ദ ഹെർമിറ്റ്. ഇവിടെ വന്നിട്ട്
നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ, നിങ്ങളത് ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താ പറയുക, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. പുറത്തോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് പേടി, ഫിയർ ഉണ്ടാകുന്നുണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ടാകാം. അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടിട്ടാണ് എൻ്റെ ലൈഫിൽ വന്നേക്കുന്നത്, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. വേറെ എന്തു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് പേർക്ക് ഇത് സക്സസ്സിനെ കുറിച്ചിട്ടുള്ള പേടിയായിരിക്കാം, ഫിയർ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് അപ്പോൾ ബോൾഡായിട്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരാനായിട്ടാണ് പറയുന്നത്. എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഓക്കെ, എന്തൊക്കെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ആ ഒരു കൺസേൺ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അവിടെയും ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, കോൺഫിഡൻസിൽ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ അപ്രൂവ് ആകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോൺ ആയിരിക്കാം, കുറച്ച് പേർക്ക് വിസ അപ്രൂവ് ആകുന്നതായിരിക്കാം, ട്രാവൽ പ്ലാൻസ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആകുന്നതായിരിക്കാം. ഓക്കെ, കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ആയിട്ട് വരുന്നതുമാകാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ന്യൂ ബിസിനസ് ആൻഡ് സക്സസ്. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സക്സസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ അവസരങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലോട്ട് കടന്നു വരുന്നതാണ്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ട്രൂ ഫീലിങ്സ്. നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് എന്താണോ പറയുന്നത് അത് ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ആണ്. അതെന്താണോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് കുറച്ച് സമയം ആ ഒരു കാമായിട്ടുള്ള മൈൻഡിലിരുന്നിട്ട് നിങ്ങൾ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി പ്രോസ്പെറിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആൻസേഴ്സ് വന്നിട്ട് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാണോ ഉള്ളത് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ജസ്റ്റ് ഗൈഡ് ചെയ്യാൻ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ആക്ഷൻ എടുക്കേണ്ടത്, കറക്റ്റായിട്ട് മൂവ് ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇത്തിരി വലിയ കാർഡ്സാണ്. താങ്ക് യു. അഫർമേഷൻ എന്താണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ 3 അഫർമേഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് സ്റ്റേ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. യു ക്യാൻ ഡു ഇറ്റ്. കോൺഫിഡൻസിൻ്റെ എനർജിയാണ്, നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഓക്കെ, പ്രശ്നങ്ങൾ വരണ സമയത്ത് പേടിച്ച് മാറി നിൽക്കാതിരിക്കുക, നിങ്ങളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിസ്ഡം ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഫൈനലായിട്ട് യു ചൂസ് ഹൗ യു ഫീൽ ആൻഡ് യു ഷുഡ് ചൂസ് ടു ഫീൽ ഹാപ്പി. ഈ ഒരു ദിവസം വന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള ചോയ്സ് എടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് സങ്കടപ്പെടാനായിട്ട്, വിഷമിക്കാനായിട്ട്, നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാകാം ലൈഫിൽ. പക്ഷേ ഈ ഒരു ദിവസം വന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം നൽകുന്ന ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, കുറേ പേർക്ക് ലേൺ ചെയ്യുന്നത് ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് ലേൺ ചെയ്യുന്നത്, ബുക്ക് വായിക്കുന്നത്, അതെല്ലാം നിങ്ങളെ ഇന്നത്തെ ദിവസം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതായത് പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നു, ഇപ്പോൾ വേണ്ട പിന്നെ ചെയ്യാം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക, കുറച്ചും കൂടെ എന്തൂസിയാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, ആ ഒരു
പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വരാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഫർമേഷനിൽ നിന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നത് താഴെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു.